നമസ്കാരം, ഞാൻ പി സി പ്രമാണൂരാണ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു കലാരൂപമായിട്ടുള്ള തോൽപ്പാവക്കൂത്താണ്. ദേവീക്ഷേത്രങ്ങളിലൊക്കെ അത് ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ തോൽപ്പാവക്കൂത്ത് ഉണ്ടാവാറുണ്ട്. അതിന് രാമായണ കഥയെ ബേസ് ചെയ്തിട്ടാണത് ചെയ്യാറ്. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ ഇപ്പോൾ അടുത്ത ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നത്. തിരുനാവായയിൽ മഹാമാഘ മഹോത്സവത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നതും അതവിടുന്ന് വീഡിയോ പകർത്തുന്നതും. അതുപോലെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ചിന്തുപാട്ടിനായിട്ട് കഴിഞ്ഞ 24-ാം തീയതി ഞാനും അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. അതിനങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടി. എന്തായാലും ഈ ഒരു പ്രോഗ്രാം എനിക്ക് വലിയൊരു കൗതുകമായിട്ട് തോന്നിയത്. അതുപോലെ നിങ്ങൾക്കും അത് രസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ധർമ്മത്തെ നിലനിർത്താം, നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്തണർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം, കുതിരയേറ്റം, വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥില രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ഹേ ഭടന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്നു വയ്ക്കൂ. ഓം ഹൈ, 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 ഓം. सीता വിവാഹം മംഗളം ശുഭം, വിവാഹം മംഗളം ശുഭം, വിവാഹം മംഗളം ശുഭം. രാമ രാമ രമാപതി രക്ഷിക്കും കരുണാനിധി. ഹേമൻ വന്ദന മാതൃരാമലേ ദയാനിധി. ഹരിണി മൂന്നിടിയണന്തവ ശബരിയെ ചിലയുണ്ടവ. പരമപദം തനിയടങ്ങവ ഭക്തർ മനസ്സിൽ
கணியாய் ஆன்று பொருத்தந்த புலத்திற்றாகி அவியகத்துறகடாகி ஐந்தினை நெறியாளாகி ചവിയുര തെളിந்த തണ്ണൊഴുക്കവും തഴുവിച്ചാന്തോ കവിയന കിടந்த ഗോദാപുരിയനേ തമ്പിക വരായ് സോദര ലക്ഷ്മണ. ശരണമേ ശരണം ശ്രീരാമചന്ദ്രപ്രഭു. ലക്ഷ്മണ നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃപിതരാജ്ഞ പരിപാലനം ചെയ്യുന്നതിന് വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട് 14 സംവത്സരം മരവരിയൊടുത്ത് വൽക്കലധരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുഴമായിടം ഏനം കരടി പുലിയാടി ചിങ്കം തിരിവതനയന്തൻ ചിരുഞാണൊലിയിൽ ചെവിടുപട. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപ്പൈ. മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ! വൃക്ഷം മുറിച്ച സമയത്തിൽ അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരയല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന മാമരത്തെ വാളാലേന്ത് പൂരിത്തനങ്കുണത്തെ പാത്ത് ആറിരു കാൽകൾ നാട്ടി അഴുതിയോ ഉത്തരങ്ങൾ ചാത്തി മാറിദശാലയൊന്നും മനത്തിൽ പൂച്ചമയ്പ. അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാല അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം. 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത്